നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച തൃപ്രയാറിൽ തുടക്കമാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി പി. ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി.ജി. ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. 220ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് 4:30-ന് തൃപ്രയാർ സെന്ററിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5-ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൌണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. കയ്പമംഗലം എം.എൽ.എ. ഇ.ടി. ടൈസൺ മാസ്റ്റർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാട്ടിക എം.എൽ.എ. സി. മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. മണലൂർ എം.എൽ.എ. മുരളി പെരുന്നെല്ലി മുഖ്യാതിഥിയാകും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിനു, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ്, കേരള വിഷൻ ന്യൂസ് എം.ഡി. പ്രജേഷ് ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.വി. രാജൻ, കെ.സി.സി.എൽ എം.ഡി. പി. സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, സെക്രട്ടറി പി. ആന്റണി, ജില്ലാ ട്രഷറർ സി.ജി. ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ. ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സിഒഎ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, ജില്ലാ സെക്രട്ടറി പി. ആന്റണി, ട്രഷറർ സി.ജി. ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ. ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. 10-11 തീയതികളിൽ ഫെബ്രുവരി 10-11 തീയതികൾ നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം 27-28 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നമ്മൾ ആ സമ്മേളനം നടക്കുകയും ചെയ്യും. അവിടെ തൃപ്രയാർ സെൻറ്ററിൽ നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്തും. ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ പൊതുസമ്മേളനം നടത്തുക. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം പൊതുസമ്മേളനം നടത്തും. 2 വർഷത്തെ സേവനത്തിനു ശേഷം സിസിടിവിയിൽ നിന്നും വിരമിക്കുന്ന ജനറൽ മാനേജർ സിൻഡോ ജോസിന് യാത്രയയപ്പ് നൽകി. സിസിടിവി ടവറിൽ നടന്ന ചടങ്ങ് മാനേജിംഗ് ഡയറക്ടർ കെ.സി. ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ കെ.ആർ. അനന്തരാമൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഷാജി വി. ജോസ്, എൻ.വി. അബ്ദുസമദ്, പോൾ ജേക്കബ്, കെ.സി. ജോസ്, സ്റ്റാഫ് പ്രതിനിധികളായ പി.എസ്. ടോണി, പുനിത, രമ്യ, രജീഷ്, ഡെയ്സൺ എന്നിവർ സംസാരിച്ചു. സിൻഡോ ജോസ് മറുപടി പ്രസംഗം നടത്തി. ഡയറക്ടർമാരായ കെ.എം. എഡ്വിൻ, സി.എസ്. സുരേഷ്, സി.ഐ. വിജു, മറ്റു ജീവനക്കാരും പങ്കെടുത്തു. സിസിടിവിയുടെ ഉപഹാരം എം.ഡിയും ചെയർമാനും ചേർന്ന് സമ്മാനിച്ചു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ എം.എൽ.എ. ജാഥ ക്യാപ്റ്റനായുള്ള എൽ.ഡി.എഫിന്റെ വികസന സന്ദേശ ജാഥ സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ജാഥ മണ്ഡലത്തിൽ പര്യടനം നടത്തിയത്. CPI സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന എൽ.ഡി.എഫിന്റെ വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ എം.എൽ.എയുടെ നേതൃത്വത്തിലുള്ള എൽ.ഡി.എഫിന്റെ വികസന സന്ദേശ ജാഥ നടത്തിയത്. 3 ദിവസങ്ങളായാണ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തിയത്. ആവേശകരമായ സ്വീകരണമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും യാത്രയ്ക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം വെല്ലപ്പുഴ ചുങ്കിപ്രാവിൽ നിന്നും ആരംഭിച്ച് മുതുതലയിൽ ജാഥ സമാപിച്ചു. മുതുതലയിൽ നടന്ന സമാപന പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവ് കെ. ബദറുന്നിസ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു കാലത്ത് നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്ക് പ്രവേശന അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ അമേരിക്കയിലെ ട്രംപിന്റെ കുറ്റ സുഹൃത്തുക്കായി നരേന്ദ്രമോദി മാറിയതിന് പിന്നിൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആഗോള ക്രിമിനൽ, ആഗോള ലൈംഗിക കുറ്റവാളി, ആഗോള കൂട്ടിക്കിടപ്പുകാരനുണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ അപമാനകരമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ പയനിൽ ഉള്ള ഒരു പേരായി മോഡിയുടെ പേര് മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ട്രംപിന്റെ കൂട്ടുകാരനായി മാറിയത് മൈ ഫ്രണ്ട് എന്ന് വീണ്ടും വീണ്ടും വിശേഷിപ്പിക്കുന്ന രൂപത്തിൽ ബന്ധമുണ്ടായതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഈ ആഗോള ലൈംഗിക കുറ്റവാളിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഫയലിൽ മോഡിയുടെ പേര് വന്നിരിക്കുകയാണ്. ഈ രാജ്യത്തെ 130 കോടിയോളം വരുന്ന ജനങ്ങളെ ആകെ അപമാനപ്പെടുത്തുന്ന രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ
ഈ വിവരത്തിലൂടെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ മൈ ഫ്രണ്ടാണ്, എല്ലാ കാര്യത്തിലും അവർ ഫ്രണ്ടാണ്. ഇസ്രായേലിലേക്ക് ഓടിച്ചെല്ലാം എന്ന് എഫ്സ്റ്റീനിലൂടെ ട്രംപിന് ഉറപ്പു കൊടുക്കുകയാണ്. പി സി വാസു അധ്യക്ഷനായിരുന്നു. LDF കൺവീനർ കെ പരമേശ്വരൻ, CPM ഏരിയ കമ്മിറ്റി അംഗം M ശങ്കരൻകുട്ടി, പി ചേക്കാമു, എ ആനന്ദവല്ലി, പി ഷൺമുഖൻ, PM ഉഷ, ജാഥ ക്യാപ്റ്റൻ മുഹമ്മദ് മോസിൻ MLA, വൈസ് ക്യാപ്റ്റൻ ടി ഗോപാലകൃഷ്ണൻ, മാനേജർ KP അബ്ദുറഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മജി പുരസ്കാരം ലഭിച്ച മുഹമ്മദ് മോസിൻ MLAക്ക് പട്ടാമ്പിയിൽ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആദരം. പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം നൽകിയത്. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ 2026 മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മാജി പുരസ്കാരം ലഭിച്ച മുഹമ്മദ് മോസിൻ MLAക്കാണ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരം നൽകിയത്. ശങ്കരമംഗലം ബോഗംവില്ലയിൽ വെച്ചായിരുന്നു ആദര ചടങ്ങ് ഒരുക്കിയത്. യൂണിറ്റ് പ്രസിഡന്റ് ടി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അലിക്കുഞ്ഞുകൊപ്പൻ മുഖ്യാതിഥിയായി. സെക്രട്ടറി ശ്രീധരൻ, ട്രഷറർ കെ അക്ബർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുഹമ്മദ് മോസിൻ MLA മറുപടി പ്രസംഗവും നടത്തി. ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം പട്ടാമ്പിയുടെ വികസനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് പട്ടാമ്പിയിലെ ബിൽഡിംഗ് ഓണേഴ്സും അതോടൊപ്പം തന്നെ വ്യാപാരികളും എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ തന്നെ പൊതുവായിട്ടുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 85% നടക്കുന്നത് ഇത്തരത്തിലുള്ള സ്വകാര്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. 85 മുതൽ 90% ഈ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബിൽഡിംഗ് ഓണേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പാർട്ട്നേഴ്സാണ്. അവർ ഉണ്ടാകുമ്പോൾ തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകുന്നത്, കൂടുതൽ വ്യാപാരങ്ങൾ വരുന്നത്, കൂടുതൽ ആളുകൾക്ക് പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. റോഡുകളും പാലങ്ങളും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഗവൺമെൻറ് ഒരുക്കുന്നത്. എന്നാൽ മറ്റു ഏതൊരു വ്യാപാര കേന്ദ്രത്തിൽ പോയാലും അവിടെയൊക്കെയുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് പ്രധാനമായും അതാത് ബിൽഡിംഗ് ഓണേഴ്സ് ആവാം, ഒപ്പം തന്നെ അവരുടെ കൂടെ നിന്നുകൊണ്ട് വ്യാപാരികളും. കേരളത്തിന്റെ വായനാ സംസ്കാരത്തിന് നിസ്തുല സംഭാവന നൽകിയ ഗ്രന്ഥശാല പ്രവർത്തകനും കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവുമായ M ശിവശങ്കരൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികവും അനുസ്മരണവും സംഘടിപ്പിച്ചു. ഞാങ്ങാട്ടി യുവകാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, TK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയും ബാലസംഘവും സംയുക്തമായാണ് സ്മൃതിരാഗം എന്ന പേരിൽ ശിവശങ്കരൻ മാസ്റ്റർക്ക് നാടിന്റെ ആദരമൊരുക്കിയത്. സമകാലിക കേരളത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് സുനിൽ P ഇളയിടം പ്രഭാഷണം നടത്തി. ബാലസംഘം അക്കാദമിക് കൺവീനർ TK നാരായണദാസ് അനുസ്മരണം നിർവഹിച്ചു. ബാലസംഘം സംസ്ഥാന സെക്രട്ടറി DS സന്ദീപ് സംസ്ഥാന കവിതാ മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് പ്രശസ്ത ഗായകൻ അലൂഷിയുടെ ഗാനാഞ്ജലിയും അരങ്ങേറി. സാഹോദര്യ ഭാവനയെയും ഒക്കെ മുൻനിർത്തി കേരളം രൂപപ്പെടുത്തിയെടുത്ത ജീവിത ബോധ്യം വലിയ തോതിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം. കേരളത്തിൻ്റെ മൗലികമായൊരു സവിശേഷത, ഇപ്പോൾ കേരള മോഡൽ എന്നൊക്കെ സാമ്പത്തിക ചിന്തകന്മാരൊക്കെ പറഞ്ഞ വിവരിച്ച ഒരു സാമ്പത്തിക ജീവിത രീതിയോ അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹികമായ അവബോധമോ അടിസ്ഥാനപരമായി അതിൻ്റെ സവിശേഷത അതിൽ നിലീനമായിരുന്ന സാമൂഹ്യ ഭാവനയാണ് എന്ന് പറയാം. സാമൂഹ്യ ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആളുകൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നു, സംഘം ചേർന്ന് ജീവിക്കുന്നു, സംഘടനകൾ ശക്തമായിരിക്കുന്നു എന്നൊന്നുമല്ല. സാമൂഹ്യ ഭാവന എന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ജീവിതബോധത്തിൻ്റെ കേന്ദ്രത്തിൽ നിങ്ങളല്ലാത്ത ഒരു നൂറ്റാണ്ടുകാലം കോതച്ചിറ ഗ്രാമത്തിന് അക്ഷരവെളിച്ചം നൽകിയ സർക്കാർ വിദ്യാലയത്തിന് പുതിയ കെട്ടിടമായി. ഇതോടെ സ്ഥലപരിമിതി എന്ന പൊല്ലാപ്പിനും അറുതിയായതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന് 1,20,00,000 രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ 2 നിലകളിൽ 5 ക്ലാസ് മുറികളും 2 ടോയ്ലറ്റുകളുമുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം 10-ന് ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV നിഷ അധ്യക്ഷയാകും. മുൻ പ്രധാനാധ്യാപിക പുഷ്പലത സ്കൂളിനായി സമർപ്പിക്കുന്ന പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും നടക്കും. MP അബ്ദുസമദ് സമദാനി, തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ചൊവ്വാഴ്ച രാവിലെ 10-ന് സ്കൂളിന്റെ 96-ാം വാർഷികാഘോഷം നടക്കും. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്കൂൾ കുട്ടികളുടെയും അംഗൻവാടി കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30-ന് കോതച്ചിറ സെന്ററിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങും. കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുക്കും. തുടർന്ന് മന്ത്രി MP രാജേഷ് കെട്ടിടോദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം രാത്രി 10 വരെ കലാപരിപാടികളും ഉണ്ടാകും. ടോപ്പ് സിംഗർമാരായ ഗൗതമി പ്രശാന്ത്, VS കൃഷ്ണ എന്നിവരും പങ്കെടുക്കുമെന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, ഹെഡ് മാസ്റ്റർ A മുഹമ്മദ് സലീം, PTA പ്രസിഡന്റ് MS ബിനീഷ്, MPTA പ്രസിഡന്റ് K ഉഷ, CM വേണുഗോപാൽ, M സജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ആവിഷ്കരിച്ച കർമ്മ പദ്ധതികളൊന്നായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിലൂടെ പൊതുവിദ്യാലയങ്ങൾ മികവിലേക്ക് ജനകീയമായി മുന്നേറുകയാണ്. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് UP സ്കൂൾ കോതച്ചിറയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2022-23 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ട് 1,20,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച നമ്മുടെ സ്കൂൾ കെട്ടിടം ഫെബ്രുവരി 10-ന്, അതായത് നാളെ വൈകിട്ട് 3 മണിക്ക് നമുക്കേവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർകൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. വിശിഷ്ടാതിഥികളായി ബഹുമാനപ്പെട്ട പൊന്നാനി MP ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PR കുഞ്ഞുണ്ണിയും പങ്കെടുക്കുന്നുണ്ട്. അന്നേ ദിവസം തന്നെ സ്കൂളിന്റെ 96-ാം വാർഷികാഘോഷം കാലത്ത് 10 മണിക്കും നടത്തുന്നുണ്ട്. ബിബിൻ ആറങ്ങോട്ടുകരയുടെ പ്രഥമ നോവൽ ആറങ്ങോട്ടുകരയിലെ ചിത്രഭ്രമക്കാർ പ്രകാശനം ചെയ്തു. ആറങ്ങോട്ടുകര വിദ്യാപോഷിണി വായനശാലയിൽ നടന്ന സാംസ്കാരിക സംഗമത്തിൽ ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ TT പ്രഭാകരൻ സിനിമാ സംവിധായകൻ MG ശശിക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. നാടകപ്രവർത്തക ഗീത ജോസഫ് പുസ്തക പരിചയം നടത്തി. TT പ്രഭാകരൻ, MG ശശി, ഹുസൈൻ തട്ടത്താഴത്ത്, KV സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നോവലിനെക്കുറിച്ച് സംവാദവും ഉണ്ടായി. ചവിട്ടുകളിയിലെ ഭാഷാ വ്യത്യാസങ്ങളെക്കുറിച്ച് തിരുവേഗപ്പുറ കൈപ്പുറത്ത് സെമിനാർ സംഘടിപ്പിച്ചു. കൈപ്പുറം ജനപതി കലാസ്വാദക കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ ഒരുക്കിയത്. കൈപ്പുറം ജനപതി കലാസ്വാദക കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചവിട്ടുകളിയിലെ ഭാഷാ വ്യത്യാസങ്ങളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു സെമിനാർ. ചവിട്ടുകളിയിലെ കല, ദേശം, ഭാഷ എന്നിവയെ അധികരിച്ചുള്ള സെമിനാറാണ് സംഘടിപ്പിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും നാടൻകലാ ഗവേഷകനുമായ ജയറാം മഞ്ചേരി സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. ശരിക്കും അതിന്റെ ഭാഷകൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ശരിക്കും അങ്ങനെ വിളിക്കുന്നൊരു സംഭവമാണ്. എന്താ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞോളൂ മക്കളെ. മുതിർന്ന കാരണന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഇത്ര ധൃതിപ്പെട്ട് എന്താണ് ഇങ്ങോട്ട് പോകുന്നത് ചോദിക്കുകയാണ് അല്ലെ? ധൃതിപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഈ എന്തിനാണ് ബേജാറായിട്ട് എന്തെങ്കിലും പോകുന്നത് അല്ലെ? അതേപോലെ ധൃതി. അപ്പൊ അമ്മ പറയാണ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല. വഴി തിരിഞ്ഞു മീൻസ് എന്താ പറയാ, കുട്ടി വലിയ കുട്ടിയായി. അപ്പൊ വലിയ കുട്ടിയായി ഇപ്പത്തെ ജനറേഷൻ പോലല്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യാ, 7 ദിവസം കുട്ടിയെ മാറ്റി നിർത്തും. ആ കുട്ടിയെ റൂമിലേക്ക് തന്നെ മാറ്റി നിർത്തി ആ കുട്ടിയെ തൊടാനോ കാര്യങ്ങളൊന്നും പാടില്ല. അവർക്ക് എന്ത് വേണം, പ്രത്യേകതരം പാത്രങ്ങള്.
ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിലെ ചവിട്ടുകളിലെ ആൺകളിപ്പാട്ടും പെൺകളിപ്പാട്ടും തമ്മിലുള്ള ഭാഷാ വ്യത്യാസങ്ങളെക്കുറിച്ച് സെമിനാർ ചർച്ച ചെയ്തു. മഞ്ഞൾ കളിപ്പാട്ട്, കാളക്കളിപ്പാട്ട്, പ്രേതം വിളിച്ചുപാട്ട് തുടങ്ങിയവയുടെ പാട്ടവതരണവും ഉണ്ടായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടൻപാട്ടിന്റെ അവതരണവും സെമിനാറിന്റെ ഭാഗമായി നടന്നു. KV ഉണ്ണികൃഷ്ണൻ, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൈപ്പുറം ചിനവതിക്കാവ് പൂരത്തോടനുബന്ധിച്ച് 11 രാവിലെ 7 മുതൽ ക്ഷേത്രപ്പറമ്പിൽ ചവിട്ടുകളിയും ഒരുക്കിയിട്ടുണ്ട്. 3 നാൾ നീണ്ടു നിൽക്കുന്ന കൂറ്റനാട് ഫെസ്റ്റിന് തുടക്കമായി. നാഗലശ്ശേരി, ചാലിശ്ശേരി, തൃത്താല, പട്ടിത്തറ പഞ്ചായത്തുകളിൽ നിന്നുള്ള 20 ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 1000 പങ്കെടുക്കുന്ന ഘോഷയാത്രയും ഗജസംഗമവും ബാൻഡ് സംഗമവും 11 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ ബാൻഡ് സംഗമം ഉണ്ടാകും. 11-ാം തീയതി രാവിലെ 9 കൂറ്റനാട് ടൗണിൽ 20ഓളം ആനകൾ അണിനിരക്കുന്ന ഗജസംഗമവും നടക്കും. ബാൻഡ് വാദ്യവും അരങ്ങേറും. വൈകുന്നേരം 6 മണിക്ക് കൂറ്റനാട് മല റോഡിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടും. 20 ഉപകമ്മിറ്റികളുടെ കീഴിൽ 47 ഗജവീരന്മാർ ഘോഷയാത്രയിൽ പങ്കെടുക്കും. 7:30 തൃത്താല റോഡിൽ പാടത്ത് ഗജസംഗമം നടക്കും. കൂറ്റനാട് ഫെസ്റ്റ് സുരക്ഷയുടെ ഭാഗമായി 1.5 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് KV ഗഫൂർ ന്യൂ ബസാർ, സെക്രട്ടറി AV ഫൈസൽ കൂറ്റനാട്, ട്രഷറർ രവി കുന്നത്ത്, വൈസ് പ്രസിഡന്റ് PC അജയൻ, ജോയിന്റ് സെക്രട്ടറി PA അബ്ദുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷത്തെ കൂറ്റനാട് ദേശീയോത്സവം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ആരംഭിച്ച് 11-ാം തീയതി രാത്രി 10 മണിയോട് കൂടി ഗജസംഗമവും ബാൻഡ് സംഗമത്തോടു കൂടി അവസാനിക്കും. രാത്രി 10 മണിക്ക്. നാളെ വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ ബാൻഡ് സംഗമം കൂറ്റനാടും ന്യൂ ബസാറിലും പരിസര പ്രദേശങ്ങളും വെച്ച് നടക്കുന്നുണ്ട്. അതുകൂടാതെ നാളെ 11-ാം തീയതി കാലത്ത് രാവിലെ 9 മണി മുതൽ കൂറ്റനാട് സെൻട്രലിൽ വെച്ച് ഗജസംഗമവും ബാൻഡ് സംഗമവും എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ ഗുരുവായൂർ റോട്ടിൽ അവിടെ റോഡ് പണിയുടെ ഒരു സാങ്കേതിക തടസ്സം കാരണം നമ്മുടെ ഈ ഒരു വർഷത്തെ ഘോഷയാത്ര നമ്മുടെ മല റോഡ് ഇപ്പുറത്ത് EMS നഗറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടുന്നുള്ള എല്ലാ പ്രാദേശികമായിട്ടുള്ള ടീമുകളും അവിടെ ഒത്തുകൂടി അവിടുന്ന് ഒരു ഘോഷയാത്ര രീതിയിൽ വന്ന് നമ്മുടെ തൃത്താല റോഡിലുള്ള പാടത്താണ് നടക്കും. അതിന് നമ്മൾ ആ ഒരു ദിവസത്തിനും മൊത്തം 5 ദിവസത്തിന് നമ്മൾ ഏകദേശം 1.5 കോടി രൂപയുടെ ഇൻഷുറൻസിന് പോളിസി എടുത്തിട്ടുണ്ട്. LDF തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ് നയിച്ച തൃത്താല മണ്ഡലം വികസന സന്ദേശ ജാഥ സമാപിച്ചു. LDF മണ്ഡലം കൺവീനർ PN മോഹനൻ മാനേജറായ ജാഥ ശനിയാഴ്ച രാവിലെ പറക്കുളത്ത് നിന്നും തുടങ്ങി വരട്ടിപ്പള്ളിയാൽ, ആനക്കര, കുമ്പിടി, കൂടല്ലൂർ, കോക്കാട്, VP കുണ്ട്, ചിറ്റപ്പുറം, കണ്ണന്നൂർ, ഞാങ്ങാട്ടരി, മേഴത്തൂർ, തൃത്താല, കൊടുമുണ്ട, കുളമുക്ക്, നാടപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് പരതൂരിൽ സമാപിച്ചു. സമാപന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ ആറങ്ങോട്ടുകരയിൽ നിന്നും തുടങ്ങി വെള്ളടിക്കുന്ന്, ചാഴിയാട്ടിരി, ചാത്തന്നൂർ, കോമംഗലം, പിലാക്കാട്ടിരി, കോതച്ചിറ, പെരിങ്ങോട്, വട്ടേനാട്, കക്കാട്ടിരി, കോട്ടപ്പാടം, തണ്ണീർക്കോട്, കാഞ്ഞിരഞ്ഞാണി, കൊഴിക്കര, കവുക്കോട്, പെരുമണ്ണൂർ എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ചാലിശ്ശേരി മെയിൻ റോഡിൽ സമാപിച്ചു. സമാപന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. PB സുനിൽകുമാർ അധ്യക്ഷനായി. KA പ്രയാൻ, VS ശിവാസ് എന്നിവർ സംസാരിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ MB രാജേഷ്, ജാഥാംഗങ്ങളായ TP കുഞ്ഞുണ്ണി, KP ശ്രീനിവാസൻ, PR കുഞ്ഞുണ്ണി, VP റെജീന, T സുധാകരൻ, KA ഷംസു, MK പ്രദീപ്, AK ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. എണ്ണി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കൊല്ലം കൊണ്ട്
63 റോഡുകൾക്കാണ് തൃത്താല മണ്ഡലത്തിൽ ഫണ്ട് അനുവദിച്ചത്. അതിന്റെ 80% പണി പൂർത്തിയാക്കുകയും ചെയ്തു. അതിൽ 29 എണ്ണം PWD റോഡുകളാണ്. 29 എണ്ണം. 11 എണ്ണം പണി കഴിഞ്ഞു, 7 എണ്ണം പണി നടക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഫണ്ട് കിട്ടിയ റോഡുകൾ ഇപ്പൊ പണി തുടങ്ങും. ആദ്യം 2021-22 കിട്ടിയത് പണിയൊക്കെ കഴിഞ്ഞു. 22-23 കഴിഞ്ഞു. 23-24 കഴിഞ്ഞു. അവസാനത്തെ 2 കൊല്ലത്തെ ഇപ്പൊ പണി തുടങ്ങും. ഞാൻ ആ റോഡുകളുടെ മുഴുവൻ പട്ടിക പറയാനുള്ള സമയം വിടില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പട്ടാമ്പി ചാലിശ്ശേരി. ഈ മണ്ഡലത്തിന്റെ ഹൃദയരേഖയാണ്. വലിയ പൈസ വേണമായിരുന്നു. അതുകൊണ്ട് 3 കൊല്ലം കാത്തിരുന്നിട്ട് കഴിഞ്ഞ വർഷമാണ് നമുക്ക് 64 കോടി കിട്ടിയത് ഒറ്റ റോഡിന്. അതിന്റെ നിർമ്മാണം ഇപ്പോൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ആ നിർമ്മാണം കഴിയുമ്പോൾ 1ാം ക്ലാസ് റോഡായി. വല്ലപ്പുഴ ചൂരക്കോട് ദാറു തൗഫീഖ് ഇസ്ലാമിക് അക്കാദമിയിൽ മഹ്ലറത്തുൽ ബദ്രിയ വാർഷികവും റംസാൻ മുന്നൊരുക്ക പ്രഭാഷണവും ചൊവ്വാഴ്ച നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ചൂരക്കോട് മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 1 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന ദാറു തൗഫീഖ് അൽ ഇസ്ലാമിയ സ്ഥാപനത്തിൽ മാസം തോറും നടത്തിവരുന്ന മഹ്ലറത്തുൽ ബദ്രിയ ആത്മീയ സദസ്സിന്റെ വാർഷികവും വിശുദ്ധ റംലാന്റെ മുന്നൊരുക്ക പ്രഭാഷണവുമാണ് നാളെ നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും. കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി വെല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പണ്ഡിതൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ ഭാരതങ്ങൾ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകും. വിശുദ്ധ റംസാൻ മുന്നൊരുക്ക പ്രഭാഷണം പ്രമുഖ പ്രഭാഷകൻ ഹംസ മിസ്ബാഹി നിർവഹിക്കും. അഭിഭാഷകനായി എൻറോൾ ചെയ്ത നിസാർ PK ചുരക്കോട്, കാസിഖിസ്ഥാനിലെ ഫാറാബി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBBS നേടിയ MK മുഹസിൻ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ചിൽ ഡോക്ടറേറ്റ് നേടിയ അനസ് മേലജിൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലമായി മത, സാമൂഹിക, വൈജ്ഞാനിക രംഗങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദാറു തൗഫീഖ് അൽ ഇസ്ലാമിയ എന്ന മഹത്തായ ഇസ്ലാമിക സ്ഥാപനം, ആ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന മഹ്ലറത്തുൽ ബദ്രിയ ആത്മീയ സദസ്സിന്റെ വാർഷികവും പരിശുദ്ധമായ റമളാനിന്റെ മുന്നൊരുക്ക പ്രഭാഷണവും 2026 ഫെബ്രുവരി 10-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് ചൂരക്കോട് ദാറു തൗഫീഖ് ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. പ്രദേശത്തെ സാമൂഹികമായ മുന്നേറ്റത്തിൽ ധാരാളം ചുവടുവെപ്പുകൾ നടത്തിയ മഹത്തായ സ്ഥാപനത്തിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ അനേകം വിദ്യാർത്ഥികളെ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആത്മീയ അഭിരുചികൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി മാസം തോറും നടത്തിവരുന്ന മഹ്ലറത്തുൽ ബദ്രിയയുടെ വാർഷിക സദസ്സിന് ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി അവറുകൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. പ്രസ്തുത പരിപാടിയിൽ വെച്ച് ആത്മീയ കേരളത്തിന്റെ ഒരുപാട് വേദികളിൽ അനേകർക്ക് ആശ്രയമായിട്ടുള്ള നൂറ് സാദാത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, ബായാർ തങ്ങൾ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സിദ്ദീഖ് സക്കാഫി വെല്ലപ്പുഴ, അബ്ദുൽ കബീർ സക്കാഫി ചുരക്കോട്, UA റഷീദ് അസ്ഹരി, റഫീഖ് സക്കാഫി കുറുവട്ടൂർ, ഷഫീഖ് ബുഖാരി, അഷ്കർ ചുരക്കോട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പത്രവിതരണ രംഗത്ത് 47 വർഷമായി പ്രവർത്തിക്കുന്ന ചുവന്ന മണ്ണ് സ്വദേശിയും പൊതുപ്രവർത്തകനുമായ KV ചന്ദ്രനെ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ ആദരിച്ചു. 1979 എറണാകുളത്ത് നിന്നും 10 പത്രം വരുത്തിയാണ് വിതരണം തുടങ്ങിയത്. 72 വയസ്സുള്ള ചന്ദ്രൻ ഇപ്പോഴും പത്രവിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നാട ചാർത്തി അദ്ദേഹത്തെ ആദരിച്ചു. വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.